ശബരിമല സന്നിധാനത്ത് 2017 സ്വർണ്ണ കൊടിമരം പുതുക്കി സ്ഥാപിച്ചതിൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന വിജിലൻസിന്റെ ത്വരിത അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വിജിലൻസ് പ്രത്യേക അന്വേഷണം നടത്തിയത്. UDF ഭരണസമിതിയുടെ സമയത്തെ കൊടിമര പ്രതിഷ്ഠയിൽ സ്വർണവും പണവും ദുരുപയോഗം ചെയ്തിരിക്കാമെന്ന ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കണക്കിലെടുത്തായിരുന്നു അന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ചിരുന്നത്. കൊടിമര അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് 2016 മുതലുള്ള ദേവസ്വം റെക്കോർഡുകളും മഹസറുകളും മറ്റ് തെളിവുകളും പിടിച്ചെടുത്ത് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറണമെന്നും 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നുമായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വമേധയെ എടുത്ത ഹർജിയിലായിരുന്നു ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനെതിരെ ആഞ്ഞടിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കോൺഗ്രസ്കാരനെ പെടുത്തണമെന്നവർ ആഗ്രഹിച്ചതിന്റെ ഭാഗമാണ് കേസെന്നും ജനങ്ങൾക്ക് മുന്നിൽ അഗ്നിശുദ്ധി വരുത്താൻ സാധിച്ചെന്നും കേസിൽ ആരോപണ വിധേയനായ അജയ് തറയിൽ പ്രതികരിച്ചു. എങ്ങനെയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരെ ഇതിനകത്ത് പെടുത്താൻ കഴിയുമോ എന്ന കാര്യത്തെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ സുതാര്യമായി നടത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് അന്ന് ഇവിടെ വന്ന് ഒരു ഹൈക്കോടതിയിൽ കൊടുത്തു. പക്ഷേ ഹൈക്കോടതി ആ SITയെ ഏൽപ്പിച്ചില്ല. ഇത് എൻ്റെ അഗ്നിശുദ്ധി വരുത്താൻ, ജനങ്ങളുടെ മുന്നിൽ അഗ്നിശുദ്ധി വരുത്താൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും അത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വിജയ് മല്യയുടെ മാക്ഡൊവൽ ഗ്രൂപ്പ് നേരത്തെ സ്വർണം പൊടിഞ്ഞിരുന്ന കൊടിമരമാണ് 2017 ദ്രവീകരണത്തിന്റെ പേരിൽ പൊളിച്ചു പണിതത്. ഹൈദരാബാദ് ഫീനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ചെലവിൽ പുനർനിർമ്മിക്കാനായിരുന്നു തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൽ നിന്ന് ദേവസ്വം ചീഫ് എഞ്ചിനീയർ മുഖേന 9.161 കിലോ സ്വർണം വാങ്ങുകയും പത്തനംതിട്ട ധനലക്ഷ്മി ബാങ്കിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. തുടർന്ന് ചില ഭക്തരും സ്വർണം ചെയ്തു. ഇതിൽ ഒരു നടൻ നൽകിയ സ്വർണവും നിർമ്മാതാവ് നൽകിയ സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഉൾപ്പെടും. എല്ലാ നടപടികളും സുതാര്യമായിരിക്കണമെന്നും വിലപ്പെട്ടതെല്ലാം സംരക്ഷിക്കണമെന്നും ഹൈക്കോടതി അന്ന് പ്രത്യേകം നിഷ്കരിച്ചിരുന്നു. 3.20 കോടി രൂപയായിരുന്നു കൊടിമരം അറ്റകുറ്റപ്പണിയുടെ എസ്റ്റിമേറ്റ്. ആകെ ലഭ്യമാക്കിയ 9573.01 ഗ്രാം സ്വർണത്തിൽ 9340.2 ഗ്രാം പൂശുന്നതിന് ഉപയോഗിച്ചു. ഇത് സംബന്ധിച്ച് കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് ത്വരിതാന്വേഷണം നടത്തിയെങ്കിലും ഇതിൽ ക്രമക്കേടൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് കോടതി അറിയിക്കുകയായിരുന്നു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.